എല്ലാം സക്സസ് സ്റ്റോറീസ് ആവണം, എന്നാൽ മാത്രമാണ് അത് കാലാകാലം നിലനിൽക്കുന്ന ഒരു നിർബന്ധവും ഗുരുവായൂരപ്പനുണ്ടായിരുന്നില്ല. ഭഗവാന്റെ ജീവിതം അടക്കം ആ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ടൊരു പ്രണയം ഉണ്ടായിരുന്നു. വൃന്ദാവനത്തിൽ പോവുകയാണെങ്കിൽ ഇപ്പോഴും കൃഷ്ണ എന്നുള്ള ശബ്ദത്തിനേക്കാൾ ഉറക്കെ അവിടെ മുടങ്ങുന്ന ഒരു ശബ്ദം മാത്രമേ ഉള്ളത് രാധേശ്യാണ്. ഭഗവാനായി കണ്ടിരുന്നതാണ്. എങ്ങനെയാണോ ഭഗവാൻ അർജുനെ സ്നേഹിച്ചത്, എങ്ങനെയാണോ ഭഗവാൻ ദ്രൗപദിയെ സ്നേഹിച്ചത്, അതിന്റെ അപ്പുറത്തേക്ക് ഭഗവാൻ ആരെങ്കിലും സ്നേഹിച്ചിട്ടുള്ളത് രാധയായിരിക്കും. അതുകൊണ്ട് പല മഹാത്മാക്കളും പറയാറുണ്ട്, നമുക്ക് എന്തെങ്കിലും ഗുരുവായൂരപ്പനോട് പറയാനുണ്ടെങ്കിൽ, ഭഗവാൻ ഇത്തിരി അത് കേൾക്കാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ രാധയോട് പോയി പറയും. രാധ പറഞ്ഞാൽ ഭഗവാൻ കേൾക്കും. വൃന്ദാവനത്തില് രാധേ എന്ന് പറയുന്ന ഭാഗത്തേക്ക് ഭഗവാൻ നോക്കും. അതുകൊണ്ട് രാധേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ശക്തി കൂടും എന്ന് പറയുക.